എടാ ഭീമ, ചെറിയൊരു പ്രശ്നമുണ്ട്. സൈഫറിന്റെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ അതിന്റെ വീതി കൂട്ടണമെന്ന് ഇവര് പറയണത്. എടാ അതങ്ങനെ നടക്കും. ഇപ്പുറത്തേക്ക് വീതി കൂട്ടി അവിടെ റെയിൽവേ, ഇങ്ങോട്ട് വീതി കൂട്ടിയ കൊസ്തീപ്പിന്റെ പറമ്പ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 2 സൈഫറിനെ പണി തീർക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാ? അതിന്റെ വാർപ്പ് തീരണ്ടേ? വേണ്ട, നമുക്ക് ചെയ്യാവുന്നത്രയും ചെയ്യാം. പറ്റുന്നത്രയും തീരട്ടെ. എങ്ങനെ പറ്റാനാ ഭീമ? ആ പറമ്പിൽ ഒരു കൈക്കോട്ട് വെച്ച് അപ്പ കൊസ്തേ പറയും. എനിക്കൊരു കാര്യം പറയാണ്ട്. ജോൺസന്റെ പെങ്ങളുടെ മോളുടെയും കൊസ്തേപ്പിന്റെ അളിയന്റെ മോന്റെയും തമ്മിലുള്ള കല്യാണ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നൊരു ദിവസം നമുക്ക് കിട്ടും. ചേച്ചി, ഞായറാഴ്ച ഈ പണിക്കാരെ കിട്ടാൻ പാടായിരിക്കും. എടാ, പണിക്കാരെ ഞാൻ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ പണി നടത്തുന്നു. ഓർഡർ എടുത്ത് വെച്ചിട്ടാ എന്റെ പറമ്പിൽ കയറി തോന്നിയ ദിവസം കാണിച്ചേ. ചേട്ടാ നേരത്തെ പറഞ്ഞാൽ ഈ പരിപാടി ശരിയാവില്ല എന്നുള്ളത്. നീ പോടാ വേട്ട വിളിക്ക. എടാ കൊസ്തേപ്പേ, താൻ ഇത്ര ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ കുഴിയെടുത്തിട്ടുള്ളൂ. എങ്കിൽ പിന്നെ എന്റെ പറമ്പിൽ കയ്യാങ്കളിക്കുള്ള സമയമായിട്ടില്ല. അതൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് മതി. കൊസ്തേപ്പേട്ടാ, പെർമിഷൻ ചോദിക്കാൻ വേണ്ടി രാവിലെ 1-2 തവണ അവിടെ വന്നിരുന്നു. നിങ്ങളുടെ 2 പേരുടെ ഫോണുകൾ മാറി മാറി വിളിച്ചു കിട്ടിയില്ല. അതാ അയാളോട് ചോദിക്കും. താനും ട്രൈ ചെയ്തല്ലേ? ഞാൻ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് പോയത്, അല്ലാണ്ട് ഒരാഴ്ച മുന്നേ അല്ല. കൂടുതൽ ഉണ്ടാക്കല്ലേ ഭീമ? എന്റെ പൊന്നു സഹോദര, ഇറിഗേഷന്റെ അടുത്ത് നിന്ന് ഇത് ഒരാഴ്ചക്കുള്ളിൽ തീർക്കാനുള്ള പ്രഷറുണ്ട്. ഇതെല്ലാം കൂടി സെറ്റ് ആയത് ഇന്ന് രാവിലെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല. എന്റെ കൊസ്തേപ്പേട്ട 2 അടി മണ്ണിന്റെ കേസിലുള്ളൂ. ഇത് നിങ്ങൾക്ക് വളച്ച് കെട്ടാവുന്നല്ലേ ഉള്ളൂ. ഭീമ, നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. ഇന്നൊരു ദിവസം മാത്രം കിട്ടിയുള്ളല്ലോടാ നിനക്ക് ഈ പണിയൊക്കെ ഒപ്പിക്കാനായിട്ട്. ഇതിങ്ങനെ തന്നെ ഇവിടെ കിടക്കട്ടെ. പിന്നെ എന്റെ അനുമതി ഇല്ലാണ്ട് എന്റെ പറമ്പിൽ ഒരുത്തൻ കാല് കുത്തിയ കോസ്റ്റേപ്പിന്റെ തനിക്കൊട അറിയും. സൈഫൺ വീതി കൂട്ടുന്നത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നീ എന്താടാ ഭീമേ പറയുന്നേ? ഇനിയിപ്പോ വെള്ളം മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവും. നിനക്ക് മുഷിലില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. തൽക്കാലം സൈഫൺ പഴയതുപോലെ തന്നെ ആക്കാടാ. ഇനിയിപ്പോൾ എലക്ഷൻ കഴിയുമ്പോൾ ജോൺസൺ കൗൺസിലർ ആവുമല്ലോ. അപ്പൊ കൊസ്തേപ്പ് ഒന്നായി, അയാൾക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കൊസ്തേപ്പിനെ മനസ്സിലാൻ വെയിറ്റ് ചെയ്യണമെന്ന് അല്ലേ? എനിക്കൊരു പണിയുണ്ട് ചേച്ചി. ഓടെ